Hi dear students, myself Alex Tharun and once again welcome back to Alex E Academy. അപ്പോൾ പുതിയൊരു ലെക്ചർ സീരീസാണ് ഞാൻ നിങ്ങൾക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിൽ സിവിൽ എഞ്ചിനീയറിങ്ങിലെ മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ KTU യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇത് 2015 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് സോൾവ് ചെയ്തേക്കുന്നത്. അതായത് 2015 മുതൽ 2020 വരെ ചോദിച്ചേക്കുന്ന 8ഓളം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ സൊല്യൂഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ 2019 ബാച്ചിലെ കുട്ടികൾക്ക്, പുതിയ ബാച്ചിലെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ സിലബസിൻ്റെ ഓർഡറിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ശരിക്കും 2015 2019 സിവിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ സബ്ജക്റ്റുകൾ തമ്മിൽ സിലബസിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ സ്കീമുകാർക്കും പുതിയ സ്കീമുകാർക്കും ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. പാറ്റേൺ മാത്രമാണ് വ്യത്യാസം. പാറ്റേൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എത്ര മാർക്കിനാണെന്നുള്ളത് മാത്രമായിരിക്കും ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ 2019 സ്കീമിൻ്റെ ഓർഡറിലാണ് ഈ ലെക്ചർ വീഡിയോസ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ 2019 2015 രണ്ട് സ്കീമുകാർക്കും ഇത് ഒരേപോലെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 2015 KTU സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ് ആദ്യത്തെ 2 മോഡ്യൂള്. ഇതാണ് പുതിയ സ്കീമുകാരുടെ 2019 സ്കീമിൻ്റെ ആദ്യത്തെ 2 മോഡ്യൂൾ. ഇത് ഒരേ ടോപ്പിക്സ് തന്നെയാണ് 2 സിലബസിലും കിടക്കുന്നത്. അത് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊഡ്യൂൾ 1 എന്നുള്ളത് ചിലത് മൊഡ്യൂൾ 2 മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ടോപ്പിക്കിൻ്റെ ഓർഡറിലായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8ഓളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിതിനു വേണ്ടി എടുത്തേക്കുന്നത്. 8 ക്വസ്റ്റ്യൻ പേപ്പറോളം ഞാനിതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ഒരു ടോപ്പിക്ക്, മൊഡ്യൂൾ 1 എന്നുള്ള ഈ ഒരു ടോപ്പിക്ക്, അപ്പോൾ വീഡിയോൻ്റെ ആദ്യം വരുന്നത് ഈ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം പറയും. അത് ഏത് ഇയറിലാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ്. ഇത് സെക്ഷൻ കഴിയുമ്പോൾ അടുത്തത് ആ വീഡിയോയിൽ തന്നെ അടുത്ത ടോപ്പിക്, ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോയുടെ തന്നെ ഒരു പോയിന്റിൽ അടുത്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ, ആ രീതിയിൽ ഓർഡറിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു യങ്സ് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ 2-3 തവണയെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെ ഇയറിലാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. അത് 2015 ആണെങ്കിലും 2019 സ്കീമിലുള്ളവർക്കാണെങ്കിലും ഒരേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ്, എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Hi, myself Ashwati. Today we are discussing topics on mechanics of solid. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ടൈപ്സ് ഓഫ് സ്ട്രെസ്? ഗീവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ്. 4 മാർക്ക് വീതമായിരുന്നു. 2017 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ടേംസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. 2017 ജൂലൈയിലെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കായിരുന്നു. ഡിഫറൻഷിയേറ്റ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് വിത്ത് 1 എക്സാമ്പിൾ. 2018 ഏപ്രിലെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കായിരുന്നു. ഇനി നമുക്ക് ഓരോ ടേംസായി ഡിസ്കസ് ചെയ്യാം. സ്ട്രെസ്, ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഓഫേർഡ് ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഡിഫോർമേഷൻ ഈസ് കോൾഡ് സ്ട്രെസ്. ഒരു ബോഡിയിൽ ഡിഫോർമേഷൻ എഗെയിൻസ്റ്റായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. The load applied on the body while stress induced in the body due to the load. ഒരു ബോഡിയിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നത് കാരണം ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്ട്രെസ്. സ്ട്രെസ് represented by sigma. It is also known as intensity of stress. Stress equal to load by area.
that is sigma equal to P by area, P by A. SI സിസ്റ്റത്തിൽ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് മേ ബി നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. നോർമൽ സ്ട്രെസ്. Normal stress is the stress which act in a direction perpendicular to area. ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നോർമൽ സ്ട്രെസ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. നോർമൽ സ്ട്രെസ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, ടെൻസൈൽ സ്ട്രെസ്. സ്ട്രെസ് ഫോംഡ് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഔട്ട്വേർഡ് ഫോഴ്സ് ഈസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ്. ഒരു ബോഡിയിൽ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഔട്ട്വേർഡ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഇലോങ്ങേഷനാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ്, കംപ്രസീവ് സ്ട്രെസ്. ദ സ്ട്രെസ് ഫോംഡ് ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻവേർഡ് ഫോഴ്സ് ഈസ് കാൾഡ് കംപ്രസീവ് സ്ട്രെസ്. ഒരു ബോഡിയിൽ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു ഇൻവേർഡ് ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് കംപ്രസീവ് സ്ട്രെസ്. ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് സൈസ് ഓഫ് ബോഡി ഈസ് റെഡ്യൂസ്ഡ്. ഒരു ബോഡിയിൽ കംപ്രസീവ് സ്ട്രെസ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബോഡിയുടെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഷിയർ സ്ട്രെസ്. ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബോഡി വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിച്ച് ആക്ടിങ് potentially across the resting section. ഒരു ബോഡിയിൽ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള സ്ട്രെസ് ഓപ്പോസിറ്റുമായുള്ള ഫോഴ്സ് ടാൻജൻഷ്യലായി ആക്ട് ചെയ്യുകയാണെങ്കിൽ, റെസിസ്റ്റിംഗ് സെക്ഷന് ടാൻജൻഷ്യലായാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. Shear stress tau equal to P by L into T. L and T is the length and thickness of the body. Shear stress in example, while a person walking or running our feet push the ground back to move forward. ഒരാൾ ഗ്രൗണ്ടിലൂടെ നടക്കുകയാണെങ്കിൽ അയാൾ നടക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഗ്രൗണ്ടിന് ഒരു പുഷ് നൽകിയാണ് ഫ്രണ്ടിലേക്ക് നടക്കുന്നത്. Next, strain. When a body is subjected to some external forces, there is some change in dimension of the body. The ratio of change in dimension to original dimension of the body is called strain. ഒരു ബോഡിയിൽ എക്സ്റ്റേണലായി കുറച്ച് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അത് കാരണം ബോഡിക്ക് ചേഞ്ച് സംഭവിക്കുന്നു. ആ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഇ ഓർ സ്മോൾ ഇ. സ്ട്രെയിൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 4. ടെൻസൈൽ സ്ട്രെയിൻ. When a tensile force is applied to the body, there is some increase in length of the body. ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം, അതായത് ടെൻസൈൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കാരണം ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. The ratio of increased length to original length of the body is known as tensile strain. അങ്ങനെ ചേഞ്ച് ആകുന്ന the ratio of increase in length to original length of the body ആയിരിക്കും ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അടുത്തത് കംപ്രസീവ് സ്ട്രെയിൻ. When a body is subjected to compressive force, there is some decrease in length. The ratio of decreasing length to original length of the body is called compressive strain. ഒരു ബോഡിയിൽ കംപ്രസീവ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കാരണം ബോഡിയുടെ ലെങ്ത് കുറയുന്നു, കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. കംപ്രസീവ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ്. നെക്സ്റ്റ്, വോളിമെട്രിക് സ്ട്രെയിൻ. When a body is subjected to some external forces, there is some change in volume. ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ആ ബോഡിയുടെ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നു. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം ഈസ് നോൺ ആസ് വോളിമെട്രിക് സ്ട്രെയിൻ.
അങ്ങനെ ചേഞ്ച് സംഭവിക്കുന്ന വോളിയവും ഒറിജിനൽ വോളിയം തമ്മിലുള്ള റേഷ്യോനെയാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഷിയർ സ്ട്രെയിൻ. സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഷിയർ സ്ട്രെസ് ഈസ് കോൾഡ് ഷിയർ സ്ട്രെയിൻ. ഒരു ബോഡിയിൽ ഷിയർ സ്ട്രെസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഷിയർ സ്ട്രെസ് കാരണമുണ്ടാകുന്ന സ്ട്രെയിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെയിൻ phi equal to d dash by L or c dash by L. Questions നോക്കാം. Define the terms modulus of rigidity, proof resilience, factor of safety. 3 മാർക്ക് 2018 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്, യങ്സ് മോഡുലസ് ആൻഡ് റിജിഡിറ്റി മോഡുലസ്, പോയ്സൺസ് റേഷ്യോ ആൻഡ് വോളിയോമെട്രിക് സ്ട്രെയിൻ. 3 മാർക്ക് 2019 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. Define the following terms: Poisson's ratio, bulk modulus, modulus of resilience and modulus of rigidity. 4 മാർക്ക് 2020 സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഓരോ ടേംസായി ഡിസ്കസ് ചെയ്യാം. യങ്സ് മോഡുലസ്. The ratio of stress to a corresponding strain is a constant within elastic limit. This constant is known as modulus of elasticity or Young's modulus. യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോർമൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു സിഗ്മ ബൈ സ്മോൾ ഇ. ദെൻ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ as ഷിയർ മോഡുലസ്. ഇലാസ്റ്റിക് ലിമിറ്റിൽ ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ റേഷ്യോനെയാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സി ഓർ ജി ഓർ എൻ. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഡിനോട്ട് ചെയ്യുന്നത് സി അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ എൻ ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി സി ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ടോ ബൈ 5. Its unit Newton per meter square, Newton per mm square or Newton per centimeter square. Next, factor of safety. It is the ratio of ultimate stress to permissible stress or working stress. ഇതിനെയാണ് factor of safety എന്ന് പറയുന്നത്. That is force equal to ultimate stress by permissible stress. Then Poisson's ratio. The ratio of lateral strain to longitudinal strain is a constant for a given material. തന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡൽ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദിസ് മെറ്റീരിയൽ ഈസ് സ്ട്രെസ്ഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ദിസ് റേഷ്യോ ഈസ് കോൾഡ് പോയ്സൺസ് റേഷ്യോ. ഈ മെറ്റീരിയൽ ഇലാസ്റ്റിക് ലിമിറ്റിലാണ് സ്ട്രെസ് ചെയ്യുന്നതെങ്കിൽ ആ റേഷ്യോനെയാണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ മ്യൂ. പോയ്സൺസ് റേഷ്യോ മ്യൂ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു മൈനസ് മ്യൂ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ഓർ ഡെപ്ത് ടു ഒറിജിനൽ ഡെപ്ത് ഓർ ബ്രെഡ്ത്ത് ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ ബി ഓർ ഡെൽറ്റ ഡി ബൈ ഡി ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്സിയൽ ഡിഫോർമേഷൻ ടു ഒറിജിനൽ ലെങ്ത് ഓഫ് ദി ബോഡി. ആക്സിയൽ ഡിഫോർമേഷനും ഒറിജിനൽ ലെങ്തും തമ്മിലുള്ള റേഷ്യോനെയാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ മൈൽഡ് സ്റ്റീൽ. 2017 ജനുവരിയിൽ 7.5 മാർക്സിനും 2020 സെപ്റ്റംബറിൽ 7 മാർക്സിനും ചോദിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൂക്സ് ലോ. 2017 ഡിസംബറിൽ 7 മാർക്സ് ആയിരുന്നു. ആദ്യം സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. First, the behavior of ductile material such as mild steel subjected to an increased tensile load is studied by testing a specimen in a tensile testing machine. ഒരു ഡക്റ്റൈൽ മെറ്റീരിയലായ മൈൽഡ് സ്റ്റീല് ടെൻസൈൽ ലോഡിന് വിധേയമാക്കുന്നു. The stress strain curve for mild steel is shown in the figure
which the stress is calculated by on the basis of original area of steel bar. ഇതാണ് ഒരു മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇൻ വൈ ആക്സിസ് സ്ട്രെസ് ആൻഡ് ഇൻ എക്സ് ആക്സിസ് സ്ട്രെയിൻ ആണ് ആക്ട് ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ലിമിറ്റാണ്, ഈ ഇലാസ്റ്റിക് ലിമിറ്റ്. വൈ yielding point, y dash and y double dash is upper and lower yielding point. U എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. R എന്ന് പറയുന്നത് റപ്ചർ സ്ട്രെങ്ത് ആണ്. O2P എന്ന് പറയുന്നത് ലീനിയർ റീജിയൻ. O2E എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ്. Y dash to y double dash yielding region. Y double dash to U എന്ന് പറയുന്നത് സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ ആണ്. U2 R എന്ന് പറയുന്നത് സ്ട്രെയിൻ നെഗ്ലക്റ്റിംഗ് റീജിയൻ ആണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പി പ്രപ്പോർഷണൽ ലിമിറ്റ്, ഇ ഇലാസ്റ്റിക് ലിമിറ്റ്, വൈ yielding പോയിന്റ്, വൈ ഡാഷ് അപ്പർ yielding പോയിന്റ്, വൈ ഡബിൾ ഡാഷ് ലോവർ yielding പോയിന്റ്, യു അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ആർ റപ്ചർ സ്ട്രെങ്ത്. ഇനി നമുക്ക് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യാം. വെൻ ദ ലോഡ് ഈസ് ഇൻക്രീസ്ഡ് ഗ്രാജുവലി, strain is proportional to stress or load up to a certain value line. OP indicates this region and is called proportional line. ലോഡ് ഗ്രാജുവലായി ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ലോഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അറ്റ് എ സെർട്ടൈൻ വാല്യൂ ലൈൻ, ഒരു ലിമിറ്റ് വരെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദിസ് റീജിയൻ ഇൻഡിക്കേറ്റ്സ് OP. ഈ റീജിയനെ പറയുന്നത് പ്രൊപ്പോർഷണൽ ലൈൻ എന്നാണ്. ഹൂക്സ് ലോ ഈസ് ആപ്ലിക്കബിൾ ഇൻ ദിസ് റീജിയൻ. ദ സ്ട്രെസ് അറ്റ് എൻഡ് പോയിന്റ് P ഈസ് നോൺ എസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഇഫ് ലോഡ് ഇൻക്രീസസ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇലോങ്ങേഷൻ ഈസ് ഫൗണ്ട് ടു ബി മോർ റാപ്പിഡ്ലി. ഇങ്ങനെ ലോഡ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇലോങ്ങേഷൻ സംഭവിക്കുന്നു. ദ മെറ്റീരിയൽ മേ സ്റ്റിൽ ബി ഇൻ ഇലാസ്റ്റിക് സ്റ്റേറ്റ്. ഇലാസ്റ്റിക് സ്റ്റേറ്റിലുള്ളപ്പോഴാണ് മെറ്റീരിയൽ ഇലോങ്ങേഷൻ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺ റിമൂവിങ് ലോഡ് ദ സ്ട്രെയിൻ ഈസ് വാനിഷസ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ലോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിൻ വാനിഷ് ആകുന്നു. ദ പോയിന്റ് ഇ ഇൻഡിക്കേറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഹൂക്സ് ലോ നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദിസ് റീജിയൻ. സ്ട്രെയിൻ ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ്. ഇൻ ദിസ് റീജിയൻ ഹൂക്സ് ലോ നോട്ട് ആപ്ലിക്കബിൾ ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് ആയിരിക്കും. വെൻ ലോഡ് ഫർദർ ഇൻക്രീസസ്, പ്ലാസ്റ്റിക് ഡീഫോമേഷൻ ഒക്കേഴ്സ് ഇൻ ദ ബോഡി. വീണ്ടും ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഡീഫോമേഷനാണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺ റിമൂവിങ് ലോഡ് സ്ട്രെയിൻ ഈസ് നോട്ട് റിക്കവറബിൾ ഫുള്ളി. അതായത് പ്ലാസ്റ്റിക് ഡീഫോമേഷൻ എന്ന് പറയുന്നത് ലോഡ് റിമൂവ് ചെയ്താൽ നമുക്ക് സ്ട്രെയിൻ ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അറ്റ് പോയിന്റ് വൈ മെറ്റൽ ഷോസ് മോർ സ്ട്രെയിൻ ഈവൻ വിത്തൗട്ട് ഫർദർ ഇൻക്രീസിങ് ലോഡ്. ലോഡ് കൂടുതലായി അപ്ലൈ ചെയ്യാതെ തന്നെ സ്ട്രെയിൻ ആ മെറ്റീരിയൽ കാണിക്കുന്നു. ദ പോയിന്റ് വൈ ഡാഷ് ആൻഡ് വൈ ഡബിൾ ഡാഷ് ഇൻഡിക്കേറ്റ്സ് അപ്പർ ആൻഡ് ലോവർ yielding പോയിന്റ് റെസ്പെക്റ്റീവ്ലി. വൈ ഡാഷ് എന്ന് പറയുന്നത് അപ്പർ yielding പോയിന്റും വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ലോവർ yielding പോയിന്റുമാണ്. ആഫ്റ്റർ ദിസ് yield പോയിന്റ് ഫർദർ സ്ട്രെയിനിങ് ഈസ് പോസിബിൾ ഓൺലി ബൈ ഇൻക്രീസിങ് ലോഡ്. സ്ട്രെയിനിങ് പോസിബിൾ ആവണമെങ്കിൽ വീണ്ടും ലോഡ് അപ്ലൈ ചെയ്യണം. ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റൈസ് അപ് ടു എ പോയിന്റ് യു. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പോയിന്റ് യു വരെ റൈസ് ചെയ്യുന്നു. ദ സ്ട്രെസ് വാല്യൂ അറ്റ് യു ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ്. യു വരെയുള്ള സ്ട്രെസ്, യുവിലെ സ്ട്രെസ്സിനെ പറയുന്നതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ആൻഡ് ഈസ് മോസ്റ്റ്ലി പ്ലാസ്റ്റിക് വിച്ച് ആർ നോട്ട് റിക്കവറബിൾ. വീണ്ടും ബാറിൽ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദ ബാർ ഈസ് സ്ട്രെസ്ഡ് ഫർദർ ഇറ്റ് ബിഗൻസ് ടു ഫോം നെക്ക് ഓർ ലോക്കൽ റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷൻ. After this, lower loads are sufficient to keep the specimen elongating further. Ultimately, the specimen fracture at point R. അതായത് വീണ്ടും
ബാറിൽ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ഒരു നെക്ക് അല്ലെങ്കിൽ ലോക്കൽ റിഡക്ഷൻ ഏരിയ ക്രോസ് സെക്ഷനിൽ സംഭവിക്കുന്നു. ദീസ് ലോവർ ലോഡ്സ് ആർ സഫിഷ്യൻറ്റ് ടു കീപ് ദ സ്പെസിമെൻ ഇലോങ്ങേറ്റിംഗ്. ഇങ്ങനെ കൊടുക്കുന്ന ലോവർ ലോഡ്സ് സ്പെസിമെൻ്റെ ഇലോങ്ങേഷൻ സംഭവിക്കുന്നതിന് കാരണമാകുന്നു. സ്പെസിമെൻ ഫ്രാക്ചേഴ്സ് അറ്റ് പോയിന്റ് ആർ എന്ന പോയിന്റിൽ വച്ച് സ്പെസിമെൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. If the load is divided by original area cross section, the stress is called nominal stress. This is lesser at rupture load than the maximum load. ഇത് റപ്ചർ ലോഡിനേക്കാളും കുറവും മാക്സിമം ലോഡുമായിരിക്കും. The stress obtained by dividing the with the reduced area cross section is called true stress. It is greater than maximum load ആയിരിക്കും. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് L-L ഡിവൈഡ് ബൈ L ഇൻറ്റു 100 ആണ്. L എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ഒറിജിനൽ ലെങ്ത് ആയിരിക്കും. L- എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബോഡിയുടെ ലെങ്ത് L ആയിരുന്നുവെങ്കിൽ അത് ഇൻക്രീസ് ചെയ്ത് ഇലോങ്ങേറ്റ് ചെയ്ത് L- ആയി മാറുന്നു. പെർസെൻറ്റേജ് ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നത് A- ബൈ A ഇൻറ്റു 100 ആയിരിക്കും. അതായത് ആദ്യം L ലെങ്തുള്ള ഒരു ബോഡി ലോഡിന് വിധേയമാകാതിരുന്നപ്പോൾ ഉള്ള ഏരിയയും മൈനസ് ആ ബോഡി ഇലോങ്ങേഷൻ സംഭവിച്ചതിന് ശേഷമുള്ള ഏരിയ ക്രോസ് സെക്ഷൻ ദാറ്റ് ഈസ് A- ഡിവൈഡ് ബൈ A എന്ന് പറയുന്നത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് റിഡക്ഷൻ കിട്ടുന്നു. ദെൻ വി ഡിസ്കസിങ് അബൌട്ട് ഹൂക്സ് ലോ. ഹൂക്സ് ലോ പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Elasticity: if some external forces applied to a body, it undergoes some deformation. ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ആ ബോഡിക്ക് ഡീഫോർമേഷൻ സംഭവിക്കുന്നു. ഇഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് റിമൂവ്ഡ്, ബോഡി കംസ് ബാക്സ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലും സൈസിലും അത് മാറുന്നു. Such bodies are known as elastic body. This property of certain material returns back to its original form from after removal of external force is called elasticity. ഇങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുന്നത് കാരണം ബോഡി ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ദ സ്ട്രെസ് വാല്യൂ കറസ്പോണ്ടിങ് ടു ഇറ്റ്സ് ലിമിറ്റിംഗ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. Then Hooke's law. The law states that when the material is stressed within elastic limit, the stress is proportional to strain produced by stress. Hooke's law പറയുന്നത് ഒരു മെറ്റീരിയൽ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ വെച്ചാണ് സ്ട്രെസ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ the stress is proportional to strain produced by stress. ഈ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് സിഗ്മ പ്രൊപ്പോർഷണൽ ടു ഇ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഈക്വൽ ടു സിഗ്മ ബൈ ഇ ആണ്. ഇലാസ്റ്റിക് മോഡുലസ് ഈസ് ദ റേഷ്യോ ഓഫ് stress to corresponding strain is a constant within elastic limit. This constant is called elastic modulus or Young's modulus. ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കോൺസ്റ്റൻ്റ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നു. ദെൻ സിഗ്മ എന്ന് പറയുന്നത് സ്ട്രെസ്. സിഗ്മ എന്ന് പറയുന്നത് ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് സ്ട്രെസ്. ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ അഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ എഗെയിൻസ്റ്റായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു പി ബൈ എ. ദെൻ സ്ട്രെയിൻ ഇ. When a body is subjected to some external forces, there is some change in dimension of the body. ഒരു ബോഡി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നു. ദെൻ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ്
സ്ട്രെയിൻ. ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ്, ഇത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്.